ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു എ പുതിയ വീഡിയോ. ഇത് നിഫ്റ്റി ചാർട്ടാണ്. നമുക്കൊന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ സൈഡ് വേസ് ആണ്, പ്രോപ്പർ സൈഡ് വേസ് ആണ് ഇന്നത്തെ ദിവസം. പക്ഷേ സൈഡ് വേസ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം എസ് എല്ലുകളെന്ന് വന്നിട്ടുണ്ട്. എസ് എല്ലിൻ്റെ കഥ മാത്രം പറയാനുള്ളൂ, പ്രോഫിറ്റിൻ്റെ കഥ ഇല്ല. ഇന്ന് ടോട്ടൽ ഒരു ഫെയിലിയറിൻ്റെ കഥ മാത്രമേ പറയാനുള്ളൂ. ഫസ്റ്റ് സ്പോട്ട് പറഞ്ഞു. സ്പോട്ട് ഇങ്ങനെയാണ്, സ്പോട്ടിലൊന്നും ചെയ്യാനില്ല. 30-ാം തീയതിയാണ് ഡേറ്റ്, കാണാണ്ടല്ലോ. അവിടെ നിന്ന് തൊട്ടിട്ട് എൻ്റെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് കാണാണ്ടാവും. ഇവിടെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആംഗിളിൽ. പക്ഷേ എന്ന് വെച്ചാൽ സസ്റ്റൈനിങ് ടൈമില്ല. പിന്നെ അവിടെ നേരെ കൺസോൾട്ടേഷൻ പോയി മാർക്കറ്റ്, വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് വേസിൽ നമ്മൾ കാര്യമായിട്ടൊന്ന് ട്രാപ്പായിട്ടുണ്ട്. ടോട്ടൽ ലോസ് എന്നുള്ള ലെവലിലാണ് ഇന്നത്തെ ദിവസം കേട്ടോ. എത്രയൊക്കെയാണെങ്കിലും ഞാൻ ഈ ലോസിൻ്റെ കഥ പറയുമ്പോഴും അത് ഇൻഡെക്സ് ഓപ്ഷൻസിൽ വരുന്ന ഒരു കാര്യമാണ് പറയണത്. നിഫ്റ്റി, സെൻസസ്, ബാങ്ക് നിഫ്റ്റി, ഇത്രയും സെക്ഷൻസിൽ വരുന്ന ലോസിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് വേറെ സെക്ഷനുണ്ട്, ക്രൂഡ് ഓയിലുണ്ട്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ക്രൂഡ് ഓയിലിൽ ഞാൻ പ്രോഫിറ്റ് ആയെന്ന് പറയല്ല, ക്രൂഡ് ഓയിലും കൊടുക്കാറുണ്ട്. ക്രൂഡ് ഓയിൽ ട്രേഡ് എടുക്കുന്നവർക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഒരു 3 ദിവസമായിട്ട് പോയിട്ടുണ്ടാവും. അതായത് മിനിഞ്ഞാന്നൊരു ഫുൾ ടാർഗറ്റാണ്, ഇന്നലെ ഒരു 130 പോയിൻറ്റ് 1:13 ആക്ടിവേറ്റ് ആയിട്ടുള്ളതാണ് ഇന്നലെ. ഫുൾ ടാർഗറ്റിൻ്റെ മുകളിൽ ഒരു 2 ഇരട്ടി 50 പോയിൻ്റാണ് ടാർഗറ്റ്, അതിൽ 130 പോയിൻ്റാണ് ഇന്നലെ വന്നേക്കണത്. അത് ഇരിക്കുന്നവർക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് ട്രെയിൽ ചെയ്ത് പോയാലും ആ 130 പോയിൻ്റ് കിട്ടും. പിന്നെ വന്നത് ഇന്നാണ്, ഇന്നൊരു 30 പോയിൻ്റ് ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ എടുത്താലും നിങ്ങൾക്ക് കവറായി പോകും. ഇൻഡെക്സ് ഓപ്ഷൻസ് മാത്രം നിങ്ങളുടെ ട്രേഡിങ് വേ ആയിട്ട് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് ഇൻഡെക്സ് ഓപ്ഷൻസ് കയ്യിൽ നിൽക്കാത്ത ദിവസങ്ങൾ വരും. ആ ദിവസങ്ങൾ നിങ്ങൾക്ക് ക്രൂഡ് ഓയിലിലോ അങ്ങനത്തെ ഏതെങ്കിലും സെഗ്മെൻറ്റിലോ ചെയ്യാനേ പറ്റുള്ളൂ. ചിലപ്പോൾ ഇതൊന്നും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ദിവസങ്ങളും വരില്ല കേട്ടോ. അത് ഞാൻ പറയാമല്ലോ, എല്ലാം കൂടി നമുക്ക് എതിര് നിൽക്കുന്ന ദിവസങ്ങളും വരും. പിന്നെ അതൊന്നും ചെയ്യാനില്ല അങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ. ഇപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ ഇന്ന് ടോട്ടൽ ഫെയിലിയറാണ് ട്രേഡ്. ബേസിക്കലി ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു 9 മാസമായി ഇങ്ങനത്തെ ഒരു ഫ്രീ ഗ്രൂപ്പ് ആൻഡ് പെയ്ഡ് ഗ്രൂപ്പ് കൊണ്ട് നടക്കണം. അതിൽ ഇത്രയും അധികം ലോസ് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു ചാൻസ് എന്നുള്ള ദിവസം ഇന്നത്തെയാണ്. എത്ര എസ് അടിച്ചാലും അതിനനുബന്ധിച്ച് നമുക്കൊരു 10 പോയിൻ്റ് 20 പോയിൻ്റ് ഈസിയായിട്ട് കിട്ടുന്ന ട്രേഡുകൾ ഇഷ്ടംപോലെ വരാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സിനാരിയോ ഒന്നും നടന്നിട്ടില്ല. ഫുൾ ടാർഗറ്റ് ഇല്ല, ഇന്നായിട്ട് ഫുൾ ടാർഗറ്റുകളില്ല. അപ്പോൾ ഒരു 10 പോയിൻ്റ് എടുക്കാൻ വരുന്ന പറ്റുന്നുണ്ടായിരുന്നില്ല. ചില ട്രേഡുകൾ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രേഡുകൾ മേ ബി നാളെ വരാം, അല്ലെങ്കിൽ മറ്റന്നാൾ വരാം. ഇങ്ങനത്തെ ഒരു ഡേ വന്നേക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഫസ്റ്റ് വീക്കിലായിരുന്നു. കഴിഞ്ഞ മാസം ഫസ്റ്റ് 2 വീക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 2 വീക്കിൽ ഒരു ട്രേഡും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു ട്രേഡും കിട്ടില്ല മീൻസ് സൈഡ് വൈസ് ആയിരുന്നു. നമുക്ക് അതിന് മാത്രമുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈമായിരുന്നു കഴിഞ്ഞ മാസത്തിലെ ആദ്യത്തെ 2 ആഴ്ച. അതേപോലത്തെ ഒരു ആഴ്ച തുടക്കമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ഇന്നായിട്ട് അങ്ങനത്തെ ഒരു വീക്കാണ് സ്റ്റാർട്ട് ആയിക്കണമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഇനി നാളെ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, 2 ദിവസമായിട്ട് ഇതാണ് അവസ്ഥ. ഈ നാളെ ഇതിനേക്കാളും മോശം അവസ്ഥയായിരിക്കും. ഫുൾ സെല്ലേഴ്സ് ഹോൾഡ് ചെയ്യണ മാർക്കറ്റായിരിക്കും. അതായത് OA ഡാറ്റ 2 സൈഡിക്കും നല്ല രീതിക്ക് വരുന്ന മാർക്കറ്റായിരിക്കും നാളെ. അപ്പോൾ ട്രേഡ് എടുക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുക. ഞാൻ എന്തായാലും ട്രേഡ്സ് ഉണ്ടാവും, നിങ്ങൾ അതിനനുസരിച്ച് ട്രേഡ് എടുക്കണം എന്നല്ല പറയണത്. അവിടെ ഇങ്ങനത്തെയാണ് സിനാരി നടക്കാൻ പോകുന്നത്. ഇന്നത്തേക്കാളും മോശം അവസ്ഥയ്ക്ക് നാളാണ്. ട്രെൻഡിങ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ വേർഡ് ട്രെൻഡിങ്, ഈ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 1 വേ പോണതാണ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും നല്ല രീതിക്ക് മാർക്കറ്റ് ബുള്ളിഷായി പോണത്. ഒരു 300-400 പ്ലസ് എന്നൊക്കെ രീതിക്ക് മാർക്കറ്റ് കയറി പോകാന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ കാര്യമാണ് പോണത്. അതൊക്കെയാണ് ട്രെൻഡിങ്. മിനിമം ഒരു 250 പ്ലസ് എങ്കിലും നിഫ്റ്റിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആണ് മാർക്കറ്റ്. അവിടെയൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളൂ. നാളെ ഒരു 30-40 പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെയും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് SLകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നാളെ ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇന്നത്തെയും ഒരു അനാലിസിസ് നടത്തിയിട്ട് നാളെ ട്രേഡ് ചെയ്തിരുന്നാൽ മതി. ബേസിക്കലി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഇതിനേക്കാളും ഷോക്കായിരിക്കും കേട്ടോ. സീരിയസ്ലി പറയട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കുക. എനിക്ക് ഗ്രൂപ്പിൽ ഇട്ടേ പറ്റും. ഇപ്പോൾ പല ആൾക്കാരും ട്രേഡ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ കുറച്ചൊന്ന് ട്രേഡ് കുറയ്ക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നാളത്തെ ഒരു ദിവസമെങ്കിലും. വെള്ളിയാഴ്ച പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വേസ് അല്ല എന്നല്ല. വെള്ളിയാഴ്ച സൈഡ് വേസ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് പോകാൻ പറ്റും. വെള്ളിയാഴ്ച വലിയ പ്രശ്നങ്ങളില്ല. പുതിയ ബൈയിങ് പ്രഷർ വരും, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും ഓപ്ഷൻസിലൊക്കെ.
പുതിയ ഹോൾഡിങ്സ് വരും. അപ്പോൾ അങ്ങനത്തെ അവസാനം വെള്ളിയാഴ്ച പ്രശ്നമല്ലേ. പക്ഷെ വ്യാഴാഴ്ച നാളെ പ്രശ്നമാണ്, മനസ്സിലായില്ലേ. ഞാനിപ്പോൾ എന്തൊക്കെ കഥ പറഞ്ഞാലും നിങ്ങൾ ട്രേഡ് ചെയ്യും. പക്ഷേ പറയേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോണത്. ഇപ്പം നിഫ്റ്റി നേരത്തെ കണ്ടതാണ് നിഫ്റ്റിയുടെ അവസ്ഥ. ഇതിലിപ്പോൾ ഒന്നും പറഞ്ഞു പോകാനൊന്നുമില്ല. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൻ്റെ കാര്യം ഫസ്റ്റ് പറയാം. ഫ്രീ ഗ്രൂപ്പിൽ ഒന്ന് ഒരു 10:45 വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ്. രാവിലെ 9:15 തൊട്ട് 10:45 വരെയും വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ട്രേഡ് കിട്ടിയത്. ഫ്രീ ഗ്രൂപ്പിൽ ഇന്ന് ട്രേഡ് എടുത്ത ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി പോകുമ്പോൾ ട്രേഡ് എടുക്കണ പരിപാടി എല്ലാം ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ട് എൻ്റെ പ്രൈസിൻ്റെ മുകളിൽ അത് കണ്ടീഷൻ വന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഒരെണ്ണമാണ് വന്നത്. അത് 10:45 വന്നത്. ആ ഒറ്റ ട്രേഡ് 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു 5 പോയിന്റ് എസ് എല്ലിൽ ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഫസ്റ്റ് ട്രേഡ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് 10 പോയിന്റ് എസ് എല്ലിൽ അവിടെ കൊടുക്കേണ്ടി വരും. അത് എസ് എല്ലാണ്. പക്ഷേ അതിൽ 2 കൺസെപ്റ്റ് ഉണ്ട്. ഒന്നെങ്കിൽ 10 മിനിറ്റിൽ അത് 5 പോയിന്റ് ഡിഫറൻസിലാണ് നിൽക്കുന്നത്. നമ്മൾ 10 പോയിന്റ് എസ് എൽ ഇടുന്ന നേരത്ത് അത് 5 പോയിന്റിൽ എസ് എല്ലാണ് നിൽക്കുന്നത് ഓൾറെഡി. പിന്നെ 5 പോയിന്റും കൂടി ഉണ്ട്. ബേസിക്കലി നമുക്ക് വേണമെങ്കിൽ 5 പോയിന്റ് കട്ട് ചെയ്ത് ഇറങ്ങാം. അല്ലെങ്കിൽ ഒരു 5 പോയിന്റ് ഫസ്റ്റ് ട്രേഡ് ആണെന്നുള്ള കൺസിഡറേഷൻ കൊടുത്തിട്ട് 10 പോയിന്റ് എസ് എൽ ഇട്ടിട്ട് തന്നെ നിൽക്കാം. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അത് എസ് എൽ പോകും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ആ ഒറ്റ ട്രേഡാണ് ഫ്രീ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് കിട്ടിയതൊക്കെ പെയ്ഡ് ഗ്രൂപ്പിലാണ്. ഫ്രീ ഗ്രൂപ്പിൽ ആ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ. അവർക്ക് വലിയ സീനായി ഉണ്ടാവില്ല, മനസ്സിലായില്ലേ. 10 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിൻ്റൊക്കെ അവർക്ക് പോവുള്ളൂ. അതുകൊണ്ട് പിന്നെ ഫ്രീ ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിന് വേറെ ചാനൽസിലേക്കോ വേറെ എവിടേക്കെങ്കിലൊക്കെ പോയിട്ട് ബാക്കി ഫണ്ട് കളയാൻ പറ്റുന്ന ഒരു ദിവസം കൂടി ഉണ്ടെന്ന്, മനസ്സിലായാലേ. അങ്ങനെ വേണമെങ്കിൽ കളയാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൽ ചെയ്യാം. പക്ഷേ എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കുമ്പോൾ അവർ ഒരു 5 പോയിന്റ് അല്ലെങ്കിൽ 10 പോയിന്റ് മാക്സിമത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ ദിവസത്തിൽ. ഇനി നമ്മുടെ വേറെ സൈഡ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ഗ്രൂപ്പാണ്. പെയ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ ട്രേഡൊന്നും വന്നിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കണോ ഇഷ്ടംപോലെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി വന്നു, അങ്ങനെ ഇല്ല. ഇപ്പോൾ സെൻസസ്, ബാങ്ക് നിഫ്റ്റി ഈ 3 സെഗ്മെൻറ്റും അവിടെ ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കണ സമയത്ത് എനിക്ക് ബേസിക്കലി നിഫ്റ്റിയിൽ നിന്ന് ആകെ ഒരു 3 എസ് എൽ അവിടെ വന്നിട്ടുള്ളൂ. 3 എസ് എൽ ടോട്ടൽ ഒരു 2.5 വരെ ഞാൻ നോക്കിയിട്ടായിരുന്നു. അതിൽ ടോട്ടൽ ഒരു 3 എസ് എൽ കൊണ്ടാണ് വന്നിട്ടുള്ളൂ നിഫ്റ്റിയിൽ. ബാക്കി സെൻസസും ബാങ്ക് നിഫ്റ്റി ഉള്ളതോട് കൂടിയിട്ടാണ് എനിക്ക് 2 എസ് എൽ കൂടുതൽ വരുന്നത്. ബേസിക്കലി അല്ലാതെ ഒരേപോലെ ആക്ടിവേഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നിഫ്റ്റി ആണെങ്കിലും സെൻസസ് ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും എല്ലാതും ഒരേപോലെയാണ് ആക്ടിവേഷൻ നടക്കുന്നത്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ എല്ലാ സെക്ഷനും എടുക്കണമെന്നുണ്ടെങ്കിൽ 3 എസ് എൽ ഉണ്ടാവും. അത് വേറെ കാര്യം. ഒരൊറ്റ സെഗ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 2-3 എസ് എല്ലാണ് വന്നിട്ടുണ്ടാവുള്ളൂ ടോട്ടൽ. പക്ഷേ ബേസിക്കലി ഇന്ന് ടോട്ടൽ ലോസിലാണ് അവസാനിപ്പിച്ചാണത്. ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നൊരു സിനാരിയോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എത്രയൊക്കെ ഞാൻ പറഞ്ഞാലും ഒരു സിനാരിയോ വന്നിട്ടുമുണ്ട്. അതിൻ്റെ കാര്യത്തേക്ക് നമുക്ക് പോവാം കേട്ടോ. ആ ഒരു പ്രോഫിറ്റിൻ്റെ കാര്യം ഞാൻ പറയാം. 24,800 ആണ്. 24,800 ഇതന്നെ തോന്നുന്നു ഫസ്റ്റ് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയത്. നിങ്ങൾ 10 മിനിറ്റിൽ ഇത് പ്രോഫിറ്റ് ഒരു 5 പോയിന്റ് എസ് എല്ലാണ് നിൽക്കണത്, മനസ്സിലായില്ലേ. പിന്നെ അത് അടിയിലേക്ക് വരിക ചെയ്തത്. നമുക്ക് ഇവിടെ എസ് എൽ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിലൊക്കെയാണ്, ഈ വലിയ ക്യാൻഡലിലൊക്കെയാണ് എസ് എൽ പോവുക. ബേസിക്കലി അതൊരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ 10 മിനിറ്റിലത് നിങ്ങൾക്ക് ഒരു 5 പോയിൻ്റ് പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ വേറെ ലെവൽ അടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലെവലിലാണെങ്കിലും കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് അടിയിലേക്ക് വരിക ചെയ്തത്. 10 മിനിറ്റിൽ ഇത് ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 5 പോയിന്റ് ഒക്കെ എസ് എല്ലിൽ പോവുക അവിടെ. അങ്ങനെ അവിടുത്തെ ഇറങ്ങാവുന്നതാണ്. പിന്നത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ഈ സൈഡ് വേസിൽ നിങ്ങൾ നിങ്ങളുടെ ലോട്ടിനെ കൂട്ടാനോ കുറയ്ക്കാനോ നിൽക്കരുത് കേട്ടോ. നിങ്ങൾ ഒരു ലോട്ടിലോ നോർമൽ ലോട്ട് ചെയ്യുന്ന ആൾക്കാർ നോർമൽ ലോട്ട് ചെയ്ത് പോവുക. ഇനിയിപ്പോൾ സൈഡ് വേസ് ആണ് എനിക്ക് ഒരു ലോട്ട് ചെയ്താൽ മതി എന്നുള്ള ആൾക്കാർ ഇപ്പോൾ 2 ലോട്ട് ഇടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ലോട്ട് മാത്രമായിട്ട് എടുത്ത് പോവാം. അത് സൈഡ് വേസ് ആകുമ്പോൾ ഉള്ളൊരു മെത്തേഡാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളുടെ സെല്ലുകളെ കുറയ്ക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സൈഡ് വേസ് ആണോ എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിഫ്റ്റി നോക്കണ സമയത്ത്, ഇപ്പോൾ ഈ ചാർട്ട് നോക്കണ സമയത്ത് രാവിലെ ഉടനെ തുടങ്ങിയിട്ടുള്ളൂ എന്ന് ചോദിക്കുക. ഈ ഒരു ഏരിയയിൽ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കാണ്ട്. അതിൻ്റെ മുമ്പേ എനിക്ക് പറയാൻ പറ്റില്ല സൈഡ് വേസ് മാർക്കറ്റ് ആണെന്ന്. മാർക്കറ്റ് തുടങ്ങി അത് റൺ ചെയ്ത് ഒരു വിധത്തിലാവുമ്പോഴാണ് നമുക്കത് സൈഡ് വേസ് ഒക്കെ ആവുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. മിനിമം ഒരു 10 ആവണം അത് സൈഡ് വേസിലേക്ക് പോകാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഫ്രീ ഗ്രൂപ്പിൽ 10:45 ആദ്യത്തെ ട്രേഡ് വന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് മുമ്പത്തെ ദിവസങ്ങളിൽ അങ്ങനെയല്ല. നമുക്ക് 10:30 ചിലപ്പോൾ 2-3 ട്രേഡ് കിട്ടും. ഓപ്പർച്യൂണിറ്റികൾ മാക്സിമം മാർക്കറ്റ് തരാറുണ്ട്. ഇത് 10:45 ഒരെണ്ണം വന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതൊരു സൈഡ് വേസിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് കൂട്ടറ വരും എന്നെ സംബന്ധിച്ച്. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള മൊമെൻ്റാണ് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ടോട്ടൽ എസ് എൽ എന്നുള്ള രീതിക്കാണ് ഇരിക്കണത്. ഇപ്പോൾ സൈഡ് വേസിന് ഫസ്റ്റ് പ്രവചിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നാളെ
ചിലവരെന്നെ ചോദിക്കാറുണ്ട് നാളെ ഏത് പ്രൈസിലെടുത്താലാണ് നല്ല മൂവ്മെൻറ്റ് കിട്ടുക, പേസ് അടിക്കണം നല്ല മൂവ്മെൻറ്റ് കിട്ടുക. അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറയുന്ന ചാനൽസ് വേറെ ഉണ്ടാവും, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ആളല്ല ഞാൻ ബേസിക്കലി മാർക്കറ്റ് പോണ കൂട്ടത്തിൽ ഞാനും പോണു, അത്ര ഉള്ള കാര്യം. മനസ്സിലായാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒപ്പം ഞാനും എൻ്റെ തിയറികളും അതിൻ്റെ ഒപ്പം സഞ്ചരിച്ച് പോവുകയാണ്. അല്ലാണ്ട് മാർക്കറ്റിൻ്റെ മുമ്പിൽ ഞാൻ പോണില്ല, മാർക്കറ്റിൻ്റെ പിന്നിലേക്ക് ഞാൻ പോണില്ല. ഞാൻ മാർക്കറ്റിൻ്റെ ഒപ്പമാണ് എൻ്റെ ട്രേഡ്സിനെ ഞാൻ കൊണ്ടുപോകണത്. അപ്പോൾ എനിക്കൊരിക്കലും ഇതിപ്പോൾ അവിടെ എത്തും ഇത് ഇവിടെ എത്തും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പിന്നെ സ്പോട്ട് നോക്കിയിട്ടുള്ള ട്രേഡറല്ല, നമ്മൾ സ്ട്രൈക്ക് ചാർട്ട് നോക്കിയിട്ടുള്ള ട്രേഡ്. എക്സാക്റ്റ് പ്രൈസിലാണ് ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യണത്. അപ്പോൾ പിന്നെ സ്പോട്ട് നോക്കേണ്ട ആവശ്യങ്ങൾ എനിക്ക് വരാറില്ല. സ്പോട്ട് നോക്കണത് തെറ്റൊന്നുമില്ല. നിങ്ങൾക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത്തിരിയോടും കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് നോക്കാം, അത്രയുള്ള കാര്യം. ഇപ്പോൾ ഇന്ന് സ്പോട്ട് നോക്കി കഴിഞ്ഞാൽ തെറ്റില്ല, കറക്റ്റായിട്ട് സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് നിൽക്കണം, നിങ്ങൾ ട്രേഡ് എടുക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനെ വേണമെങ്കിൽ എനിക്കും ചെയ്യാം, എനിക്ക് ട്രേഡ് കൊടുക്കാണ്ടിരിക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുന്നതിൽ കാര്യമില്ല. മനസ്സിലായില്ലേ? അതായത് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള കുറേ മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഫ്രീ ഗ്രൂപ്പ് ചെയ്യണ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇരിക്കണത്. അപ്പോൾ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഈ ഒരു സ്ട്രൈക്കിൽ 2 വട്ടമാണ് വന്നത്. 2 വട്ടം ഒരു 5 പോയിന്റ് വെച്ചിട്ട് അതിൽ പോകും. പിന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,850 ആണ്. ഞാൻ നേരത്തെ കൊണ്ടുവരും, ഞാൻ മിസ്സാക്കി ഞാൻ കാണാണ്ട് വിട്ടൊരു ട്രേഡ്, അതും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ കാര്യം അതവിടെ ഒരു ലൈൻ വരച്ചിട്ടില്ല എന്നുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു എൻട്രി കിടക്കുന്നുണ്ട്. ആ ഒരു ട്രേഡ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ ഇവിടെയൊക്കെ എത്തി, ക്യാനിലൊക്കെ ഇവിടെ എത്തി. പിന്നെ അത് കൊടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീനായിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ നിങ്ങൾക്ക് അത് കിടന്ന സമയത്ത് ഞാൻ ഓൾറെഡി അതിൻ്റെ മുകളിലേക്ക് കയറി പിന്നെ തരണ പോലെയാവും, അത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാണ്ടിരുന്നത്. പിന്നെ നമ്മൾ മുകളിലാണ് ട്രേഡ് എടുക്കുന്നത്. ഈ പറഞ്ഞ ലൈന് 76.25 ഈ പ്രൈസ് ഓൾറെഡി രാവിലെ കൊടുത്തതാണ്. ഒരു 10 അല്ലെങ്കിൽ 9:45 ടൈമിന് കൊടുത്തതാണ് ഞാനത്. പിന്നെ ആക്ടിവേഷൻ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്ക് ആകുമ്പോഴാണ് ആക്ടിവേഷൻ നടക്കുന്നത്. അത് ഓൾറെഡി കൊടുത്ത ലൈനാണ്. അതാണ് നമുക്ക് ഒരു പ്രോഫിറ്റ് വന്നതാണത്. മനസ്സിലായില്ലേ? ഈ ഒരു ട്രേഡാണ് നമുക്ക് പ്രോഫിറ്റ് വന്നതാണത്. പക്ഷേ ഇതൊരു അഗ്രസീവ് എൻട്രി ആണ്. അതാണ് ഈ ട്രേഡിൻ്റെ ഒരു പ്രശ്നം. ഒരു 6 പോയിന്റ് വ്യത്യാസത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുക. അത് അക്സെപ്റ്റബിൾ ആയവർക്ക് അത് എടുക്കാം. ഞാൻ എടുക്കണമെന്നും പറയണില്ല, അത് അക്സെപ്റ്റബിൾ ആയവർക്ക് അത് എടുക്കാം. നിങ്ങളുടെ എസ്എല്ലിൽ നിങ്ങൾക്ക് കൺവിൻസ് ആക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം, പ്രശ്നമില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് 25 പോയിന്റ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ വേറെ ലെവലുണ്ടായിരുന്നു, ഈ ലെവലിൽ ട്രേഡ് ഉണ്ടായിരുന്നു. ഇത് കുറേ നേരം നമുക്ക് പ്രോഫിറ്റിൽ തന്നെയാണ് നിൽക്കണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ക്യാൻഡലിൽ തന്നെ എസ്എല്ലും പോയിട്ടുണ്ട്. ഇത് 10ാമത്തെ മിനിറ്റ് ക്യാൻഡലിൽ എസ്എല്ല് പോകണം കേട്ടോ, അത് രസം. ഒരു 8 ക്യാൻഡിലോളം ഈ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് നിന്നിട്ട് 2 ക്യാൻഡിലോളം എസ്എല്ല് പോയിട്ടുണ്ട്. പക്ഷേ അത് എസ്എല്ലാണ്, നമ്മൾ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാനേ പറയാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ എസ്എല്ല് വരുന്നത്. പിന്നെ 56,200 ആണ്. 56,200 രാവിലെ കിട്ടിയതാണ് കേട്ടോ. രാവിലെ 2 ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം പ്രൈസ് തന്നെയാണ്. രണ്ടും നമുക്ക് എസ് എൽ ആണ്. 2 വട്ടം വന്നപ്പോൾ 2 വട്ടം എസ് എൽ തന്നെയാണ്. അത് ബേസിക്കലി ബാങ്ക് നിഫ്റ്റി എടുക്കുന്നവർക്കാണ് എസ് എൽ വരിക കേട്ടോ. ഇത് സെൻസസ് ട്രേഡാണ്. ഇതൊരു 10 മിനിറ്റിൽ നമുക്ക് കോസ്റ്റ് എന്നല്ല, ഒരു 10-20 പോയിന്റ് എസ് എൽ കൊടുത്തിട്ട് ഇറങ്ങാൻ പറ്റും. അതായത് 398 മേടിച്ച് കഴിഞ്ഞാൽ 78-79 ഇറങ്ങാം. അതായത് ഒരു 20 പോയിന്റ് എസ് എൽ എന്നുള്ള രീതിക്ക്. സെൻസസിൽ 20 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് അല്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ് ടോട്ടൽ നടന്നത്, വേറെ ഒന്നും നടന്നിട്ടില്ല. മെയിനായിട്ട് ബാങ്കിൽ 2 എസ് എൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ 2 സ്ട്രൈക്ക്, ആ 2 പ്രൈസ് സെയിം പ്രൈസിൽ 2 വട്ടം എസ് എൽ അടിച്ച് അത് അങ്ങനെ വന്നതോടുകൂടി ഞാൻ ബാങ്ക് നിഫ്റ്റി സെൻസസ് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. നിഫ്റ്റി മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഞാൻ. പിന്നെ അത് ചിന്തിക്കേണ്ട കാര്യമില്ല, ബാങ്ക് നിഫ്റ്റി പെട്ടെന്ന് എസ് എൽ പോകുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് ഫുൾ സൈഡ് വേസ് ആണ്, പിന്നെ ഒന്നും ചെയ്യാനില്ല. ടോട്ടൽ ഇന്നുണ്ടായിരുന്ന ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്കുണ്ടായിരുന്ന ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ ഈ കാണുന്ന ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. PSAടിക്കാണ്. PSAടിക്ക് ഒരു 187 എടുത്തിട്ട് ഒരു 197 എന്നുള്ള ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 30 പോയിന്റ് വ്യത്യാസം, 30 പോയിൻ്റൊക്കെ പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും എടുക്കണവർക്ക്. റിക്കവറി ചാൻസ് ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇന്നലെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്നലെ ഇപ്പോൾ അത്യാവശ്യം ഇൻഡെക്സ് ഓപ്ഷൻസിൽ നമുക്ക് അത്യാവശ്യം കുറേ ആൾക്കാർക്ക് ലോസ്, കുറേ ആൾക്കാർ പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് ഇരിക്കുന്ന സമയത്തും ക്രൂഡ് ഓയിൽ നമ്മുടെ ഒപ്പം നന്നായിരുന്നു. അങ്ങനത്തെ ഒരു സിനാരിയോ ഒന്നും നടന്നു. അതെന്തായാലും ഒരു ഭാഗ്യമായി എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ല ലോസ് നിൽക്കുന്ന ടൈമാണ്. 2-3 ട്രേഡ് നിഫ്റ്റിയിൽ 10 പോയിന്റ് വെച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ട് ഇടുന്ന ആൾക്കാർക്ക് 2,250 രൂപ വെച്ച് പോകും. 2,250 to 3,000 രൂപ എന്തായാലും നിഫ്റ്റിയിൽ ലോസ് വരും, ഉറപ്പാണ് ഒരു ലോട്ട്.
അത് 10 ലോട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ലോസ് വരും, പക്ഷെ അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലോസുകളാണ് കേട്ടോ. 30 പോയിൻ്റൊക്കെ എടുക്കാം, പ്രശ്നമില്ല. BTC ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. BTC അത്യാവശ്യം നമ്മളിവിടെ തന്നെ ഒരു ഇതായിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ BTC ഞാൻ നോക്കാതൊന്നുമില്ല, അതാണ് സത്യം. അപ്പോൾ ടോട്ടൽ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓരോ ദിവസങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് ചെയ്യണം. നിങ്ങളുടെ ലോഡിനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല. അതാണ് ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. സൈഡ് വേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നോർമൽ ലോട്ട് ഒഴിവാക്കിയിട്ട് ഒരു ലോട്ടിലേക്ക് വരിക എന്നുള്ള കൺസെപ്റ്റാണ്. ഇപ്പോൾ 10 ലോട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും 100 ലോട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു ലോട്ടിലേക്ക് വരിക. സൈഡ് വേസ് ആണ് ദിവസം. പിന്നെ സൈഡ് വേസിനോ അല്ലെങ്കിൽ ഇന്ന പ്രൈസ് എടുത്ത് എങ്ങനെ പോകുന്നോ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ ഒരു കീ പോയിൻ്റായിട്ട് ഞാൻ പറയാം കേട്ടോ. അതെന്നോട് ചോദിക്കേണ്ട കാര്യങ്ങളില്ല. എനിക്ക് നാളെ ഈ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ കൺഫേം എൻട്രി കിട്ടുമോ, ഒരു മെയിൻ ക്വസ്റ്റ്യൻ. കൺഫേം ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു എൻട്രി പറഞ്ഞു തരാൻ പറ്റുമോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഇതൊരു കൺഫേം ആയിട്ടുള്ള എൻട്രി ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. എനിക്ക് അതൊരു സാധനം പറഞ്ഞു തരാൻ പറ്റില്ല. അങ്ങനെയാണ് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞുതരിക? അങ്ങനെ പറഞ്ഞുതരാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ എല്ലാവരുടെയും ഈ പറഞ്ഞ ട്രേഡിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊരു കൺസെപ്റ്റിലോ എനിക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പോരെ. നിങ്ങൾ ഇവിടുന്ന് എടുത്തോട്ടാ, നമുക്ക് എന്തായാലും ഇത്ര പോയിന്റ് കിട്ടോട്ടാ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് ഇന്ത്യയിലത്തെ എല്ലാ പോവർട്ടീനെയും മാറ്റി കളയാൻ പറ്റുന്ന ഒരു തീരുമാനമാണ്. മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനത്തെ ഒരു കഴിവില്ല, അവിടുത്തെ സത്യം. നിങ്ങളുടെ പൈസ റിസ്ക് എടുത്തിട്ടാണ് വരണത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പ്രൈസിൻ്റെ മുകളാണ് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അവിടെ എത്രത്തോളം പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏതെങ്കിലും ട്രേഡ്, ഇപ്പോൾ ക്രൂഡ് ഓയിൽ നമ്മൾ ട്രേഡ് ഇപ്പോൾ പറഞ്ഞു ഞാൻ നേരത്തെ 30 പോയിന്റ് കിട്ടിയത്, അത് 30 പോയിന്റ് പോയാലേ 30 പോയിന്റ് ആവുകയുള്ളൂ. അതെനിക്ക് ഓൾറെഡി ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അത് എടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. 10 പോയിന്റ് എസ് എൽ ഇടുക, 50 പോയിന്റ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 30 പോയിന്റ് എടുക്കുക, അല്ലെങ്കിൽ 20 പോയിന്റ് എടുക്കുക. കംഫർട്ടബിളായ പ്രോഫിറ്റ് നമുക്ക് ഇറങ്ങാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പുതിയത് കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതിൽ ജോയിൻ ചെയ്താൽ മതി. എനിക്കൊരിക്കലും നിങ്ങളെ നാളെ ഇങ്ങനെ നിഫ്റ്റി ഇടിയും എന്ന് വെച്ചിട്ട് ഇന്നേ മേടിച്ചിരുന്നോ എന്ന് പറയാനുള്ള സിദ്ധിയൊന്നും എനിക്കില്ല. അങ്ങനത്തെ ഒരു ഉറപ്പുമില്ല. സത്യം പറയാമല്ലോ, നാളെ നിഫ്റ്റി ഇപ്പം ഇത്ര ഇടിയും, 200 പോയിന്റ് ഇടിയും. അങ്ങനെ ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാറുണ്ട്. 1000 എണ്ണം മേടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഇത്ര ഇടിയെന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇടിഞ്ഞിട്ടും പ്രോഫിറ്റ് കിട്ടുന്ന ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ. അവരുടെ തിയറികളും കാര്യങ്ങളും അവർ രക്ഷിക്കണം. നിങ്ങൾക്ക് ആ തിയറികളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഡിസാസ്റ്റർ ആയിരിക്കും. നിങ്ങൾക്കത് എവർ ടൈം ഡിസാസ്റ്റർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അത് മാറും. അങ്ങനത്തെ ഒരു സിദ്ധി എന്തായാലും എനിക്കില്ല. ഞാൻ മാർക്കറ്റിൻ്റെ ഒപ്പം എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ബിഹേവ് ചെയ്ത് പോണത്. എനിക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. വരുന്ന ഓപ്പർച്യൂണിറ്റികൾ മാത്രമേ ട്രേഡ് എടുക്കാൻ എനിക്ക് ചെയ്യാനും പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു പ്രൈസിൽ തരാനേ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ ഒക്കെ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇന്ന് അത്യാവശ്യം പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്. ലോസിൻ്റെ ഈ ഗ്രൂപ്പിൽ ലോസ് വന്നിട്ടുള്ള ടോട്ടൽ ലോസിലിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഈ ഗ്രൂപ്പ് റൺ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മിനിയേച്ചർ വെർഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എല്ലാതും മനസ്സിലായാലും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എന്നെ ഫോളോ ചെയ്യണം എല്ലാവർക്കും ഇത് വേണമെങ്കിൽ റീഷെയർ ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഒരു പീക്കിലെത്തുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇന്നൊരു പീക്കിലാണ് ലോസിൻ്റെ. ബേസിക്കലി എൻ്റെ ലോസിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, ടോട്ടൽ ആ ഗ്രൂപ്പിൽ വരുന്ന ലോസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒരു 3 ട്രേഡ് കണ്ടിന്യൂസ്ലി എസ് എൽ, നിഫ്റ്റി മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 ട്രേഡ് എസ് എൽ തന്നെയാണ്. അപ്പം പിന്നെ അത് പീക്കാണ്, ഒരു 10 പോയിന്റ് കിട്ടാൻ കുഴപ്പമില്ല. പിന്നെ ഒന്നും ചെയ്യാല്ലേ അവിടെ. അപ്പോൾ അതാണ് പീക്ക് കൊണ്ട് ഉദ്ദേശിക്കണത് ഞാൻ. അപ്പോൾ ടോട്ടൽ ലോസിന് നിർത്തിയൊരു ദിവസമാണ് ഇന്നത്തെ. അതൊരു 9 മാസത്തിനിടയിൽ അങ്ങനത്തെ ഒരു ദിവസം ഇന്നാ വന്നതാണത്. അപ്പോൾ ഇത് നമുക്കൊരു റെഫറൻസ് വീഡിയോ ആണ് ഈ പറഞ്ഞ കാര്യം. ഇത് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി. എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഇമോഷൻപരമായിട്ടുള്ള കാര്യമല്ലെന്നും പറഞ്ഞത്. ഇതൊക്കെയും നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം
ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ലോസ് ഓഫ് പ്രോഫിറ്റ് എന്നല്ല പറയേണ്ടത്, നിങ്ങളുടെ ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ് എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ കമൻറ്റ് ആൻഡ് ലൈക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോയ്ക്ക് കുറച്ചുകൂടി എൻഗേജ്മെൻറ്റ് കൂട്ടാനും കുറച്ചും കൂടി ആൾക്കാർക്ക് എത്തിക്കാനും വേണ്ടിയാണ്. നമ്മുടെ ചാനലൊരു ബാഡ് ചാനലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് സാധനം ചെയ്യണ്ട. അല്ലാത്തവർക്ക് ഒന്ന് എന്തെങ്കിലും ഒരു ഇമ്പ്രഷൻ ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ വിഷയമാണോ എന്തെങ്കിലും പറയാനോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. മനസ്സിലായി? നിങ്ങൾ കാണുന്ന ആൾക്കാർ ആ ഒരു പരിപാടി ഒന്ന് ഫസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇത്തിരി എൻഗേജ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക, ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.